കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടേം സ്പീക്കർ പദവി നിഷേധിച്ചതിൽ പ്രതിഷേധവുമായി കേരളത്തിലെ ഇടതു വലത് നേതാക്കൾ ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ലെന്ന ധാർഷ്ട്യമാണ് ബിജെപിക്കെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദളിത് വിഭാഗത്തിൽപ്പെട്ട കൊടിക്കുന്നിലിനെ തഴഞ്ഞത് വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ ഏകാധിപത്യ സ്വഭാവം തുറന്നുകാട്ടുന്ന നടപടിയെന്ന് രമേശ് ചെന്നിത്തലയും വിമർശിച്ചു. കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടേം സ്പീക്കർ പദവി നിഷേധിച്ചതിൽ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് കേരളത്തിലെ UDF LDF നേതാക്കൾ. സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞതിന് പിന്നിൽ BJPയുടെ സവർണ രാഷ്ട്രീയമാണെന്ന് സംശയിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ലെന്ന ധാർഷ്ട്യമാണ് BJPക്കെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കൊടിക്കുന്നിലിന് പ്രോട്ടേം സ്പീക്കർ പദവി നിഷേധിച്ചത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ദളിത് വിഭാഗത്തിൽപ്പെട്ട കൊടിക്കുന്നിലിനെ തഴഞ്ഞത് BJPയുടെ വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. കേരളത്തോടുള്ള BJPയുടെ അവഗണനയും അവഹേളനവുമാണെന്നും വി ഡി സതീശൻ വിമർശിച്ചു. കൊടിക്കുന്നിലിനോടുള്ള നടപടി നരേന്ദ്രമോദി സർക്കാരിന്റെ ഏകാധിപത്യ സ്വഭാവമാണ് തുറന്നുകാട്ടുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ആരോപിച്ചു. പിന്നാക്കക്കാരുടെ സർക്കാരെന്ന് പറയുന്ന BJPയുടെ യഥാർത്ഥ ഫാസിസ്റ്റ് മുഖമാണ് പുറത്തുവന്നതെന്നും ചെന്നിത്തല വിമർശിച്ചു. കൊടിക്കുന്നിലിന് പദവി നിഷേധിച്ചത് അപലപിച്ച മുതിർന്ന നേതാവ് VM സുധീരനും രംഗത്തുവന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.